ഇതാ ഇന്ന് വൈകുന്നേരമായപ്പോൾ അച്ചച്ചനും മക്കളും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. കുട്ടികൾക്ക് ഇഷ്ടമാണ് അതിലിങ്ങനെ നടക്കാനൊക്കെ. അപ്പം അച്ചച്ചന് ഉണ്ടാവാറില്ല. അപ്പം ഇന്നിപ്പോൾ ഒരു ഒഴിവുണ്ടായിരുന്നു. അങ്ങനെ മക്കളെയും കൊണ്ട് ഇറങ്ങിയത്. അപ്പം നമ്മളെ നാട്ടിലെ കൃഷിയൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഇപ്പം കുറവാണ്, എന്നാലുള്ളത് നമുക്ക് കാണാം. മെയിനായിട്ട് ഇവിടെ ഇപ്പോൾ ഒരുപാട് ഉണ്ടായിട്ടുള്ളത് ചീരയാണ്. ചീരേൻ്റെ സീസണാണല്ലോ. ഇപ്പോൾ ചുവപ്പ് കളറിലുള്ള ചീരയുണ്ട്, പച്ച കളറിലുള്ള ചീരയുണ്ട്. കണ്ടോ, മോനിപ്പോൾ തോട്ടത്തിൽ അങ്ങോട്ട് കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ്. നല്ല ഇവിടെ അവർ പണിക്ക് രാവിലെ നേരത്തെ ഇറങ്ങിയിട്ട് ഉച്ചയാകുമ്പോഴേക്കും ഒരുമാതിരി പണി കഴിച്ച് കയറും. കാരണം നല്ല വെയിലല്ലേ ഇപ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ പണിക്കാരൊന്നും ഇല്ല അവിടെ. കണ്ട, ചുവപ്പ് ചീരയും പച്ചച്ചീരയും മിക്സായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇവർ കക്കിരി, കയ്പ, വെള്ളരി ഇപ്പം അടുത്ത് വെള്ളരിയൊക്കെ എടുത്തതാണ്. പിന്നെ പടവലം, ചൊരങ്ങ, പൂള മെയിനായിട്ടുള്ള കൃഷിയാണ്. പിന്നെ വാഴ, ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് കൃഷി ചേന, അങ്ങനെ ഓരോ സീസണിലുള്ള കൃഷികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതിവർ സ്ഥലം പാട്ടത്തിനെടുത്തിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ മോൻ കുറച്ച് ചീരയൊക്കെ പറിക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലെ ഇതൊക്കെ കിട്ടുക, കഴിക്കുക, ഇങ്ങനെ കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരു നല്ലതല്ലേ. വീട്ടിലും ചെറിയ രീതിയിലൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ചീരയൊന്നുമില്ല. മറ്റൊരുപാട് ചീരയൊക്കെ ഉണ്ടാക്കി. ഇത് മോളെ കുട്ടിയാണ്. ഇവിടെയാണ് ചൊരങ്ങ കൃഷി ചെയ്യുന്നത്. ചൊരങ്ങ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് നീളത്തിലുള്ള ചൊരങ്ങയാണ് നമ്മൾ കാണാറില്ലേ. ഇത് കണ്ട, ഈ ഒരു ഷേപ്പിലുള്ള ചൊരങ്ങ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കഴിഞ്ഞ കൊല്ലാണ് ഇത് കാണുന്നത്. ഇപ്രാവശ്യം ഇപ്പോൾ അവർ കൃഷി ചെയ്തിട്ടുണ്ട്. 2 തരത്തിലുള്ള ചൊരങ്ങ ഇതിലുണ്ട്. ഈ ഒരു ഷേപ്പിലുള്ള ചൊരങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചുരങ്ങത്തോട്ടത്തിൽ ഇറങ്ങി നടക്കുകയാണ്. നമ്മൾ MBRലേക്ക് പോകുന്ന റോഡാണ് ഇത്. MBRലേക്ക് പോകുന്ന റോഡിൽ ആണ് ഞങ്ങൾ വീടെടുത്തത്. ടൗണിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ സ്ഥലമെടുത്ത് ഇവിടെ വീടാക്കിയതാണ്. വന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. നമ്മളെ വീടിൻ്റെ ആ സൈഡിലായിട്ടാണ് പുഴ വരുന്നത്. കണ്ട, ചുരങ്ങ നീളത്തിലുള്ള ചുരങ്ങ കണ്ട, അതേപോലെ മറ്റേ ഷേപ്പിലുള്ള ചുരങ്ങ, 2 വിധത്തിലുള്ള ചുരങ്ങയുണ്ട് ഇവിടെ. കൃഷി ഇങ്ങനെ വെള്ളം പുഴയിൽ നിന്നിട്ടിട്ട് ഇവരിങ്ങനെ തേവി ഇതാക്കുക ചെയ്യാം. അപ്പം ഇനി കനാലൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കനാലിനുള്ളതൊക്കെ വന്ന് നോക്കി പോയിട്ടുണ്ട്. അങ്ങനെ അവർ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുമ്പോൾ അവർ കുറച്ച് ചീരയൊക്കെ പറിച്ചിരുന്നു കേട്ടോ. ഉണ്ട്. അവർ പറിച്ചുകൊണ്ടുവന്ന ചീരയാണിത്. അപ്പോൾ ഇത് വെച്ച് നമുക്കിന്നൊരു തോരനാക്കിയെടുക്കാം.
ചീരത്തോരനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ അല്ലേ, വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ ചീര കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയും പച്ചമുളകും വലിയ ഉള്ളിയും വെളിച്ചെണ്ണ കടുക് ഇത്രയും സാധനമാണ് വേണ്ടത്. അപ്പോൾ അതിലേക്കുള്ള തേങ്ങയും ഉള്ളിയും പച്ചമുളകും നമുക്കൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്ത തേങ്ങയാണ് ഇത്. ഈ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് തേങ്ങേൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ ഒരു തേങ്ങേൻ്റെ ആ ഒരു പച്ചമണം ആ ഒരു ഇത് ചൂടാക്കി എടുക്കുക. തേങ്ങ ചീര ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിച്ചാൽ മതി. ചീരയൊന്നും അധികം വേവില്ലാത്തതാണല്ലോ. ചീര തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ